ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദേവീസ് ക്രിയേഷൻസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഹെയർ ഡൈയുടെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ മാതള നാരങ്ങ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാതള നാരങ്ങ കഴിക്കുന്ന ഒരു ടൈമിൽ നമ്മൾ മാതള നാരങ്ങയുടെ ഉള്ളിലെല്ലാം കഴിക്കും, അതിൻ്റെ തൊലിയെല്ലാം കളയല്ലേ. അപ്പോൾ മാതള നാരങ്ങയുടെ ഉള്ളിൽ ആ കുരു കഴിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ തൊലിക്ക് അതിലേറെ ഗുണങ്ങളുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് അറിയാലോ, മാതള നാരങ്ങയ്ക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യ ഗുണമുള്ള പഴവർഗ്ഗങ്ങളിൽ ഒന്നാണ് മാതള നാരങ്ങ. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും നമുക്ക് ബ്ലഡ് നന്നായിട്ട് ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഗുരുതരമായ പല രോഗങ്ങളെയും അകറ്റാനായിട്ട് ഇതിന് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇരുമ്പ് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഹെയർ ഡൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തൊലി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഹെയർ ഡൈ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ മാതള നാരങ്ങയുടെ തൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൊലിയൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്തൊന്നും കളയണ്ട. ഇത് പൊടിച്ചെടുത്തിട്ട് വേറെ പല രോഗങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൻ്റെ തൊലി. ഇപ്പം നമ്മൾ ഹെയർ ഡൈ ആട്ടോ ചെയ്യുന്നത്. ഇതിന് പറഞ്ഞാൽ ഇതിൽ തീരില്ല, അത്ര ഗുണങ്ങളാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മളിതാ ഏകദേശം തിളച്ച് വന്നു കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. ഏകദേശം എന്താ പറയുക, ഒരു 10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി നല്ല കട്ടിയായിട്ട് നല്ല തിക്നെസ്സിൽ നമുക്ക് ഈ ഒരു വാട്ടർ കിട്ടും. നല്ല ഒരു ഡാർക്ക് കളറിൽ കിട്ടും കേട്ടോ. ബ്ലാക്ക് നല്ല തിക്കായിട്ടിരിക്കും, നല്ല കൊഴുപ്പായിട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആ ഹെയർ ഡൈ പ്രിപ്പയർ ചെയ്യുമ്പോൾ റെഡി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഏകദേശം വേവിച്ചെടുക്കണേ. അപ്പോൾ ആ തൊണ്ടെല്ലാം നല്ല സോഫ്റ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് ഒത്തിരി ഗുണങ്ങളല്ലേ ഉള്ളത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ഫോളിക് ആസിഡ്, ആൻറ്റി ഓക്സിഡൻസ്, ധാതുക്കൾ എന്നിവ പലതും നമ്മുടെ മാതള നാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ ശരീരത്തിൽ രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് മാതളങ്ങ ജ്യൂസ് അല്ലെങ്കിൽ മാതള നാരങ്ങ കഴിക്കുന്നത് വളരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ശരീരത്തിൽ അമിത ഭാരം കുറയ്ക്കാനായിട്ട് ഈ മാതള നാരങ്ങയുടെ കുരു കഴിക്കുന്നത് വളരെ നല്ലതാണ്. മാതള നാരങ്ങയിൽ ഈ നാരുകളിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് വയറ് സംബന്ധമായിട്ട് പല രോഗങ്ങൾക്കും ഇതിൻ്റെ തൊലി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പല ഗുണങ്ങളുണ്ട് ഇതിന്. ഒത്തിരി ഗുണങ്ങളുള്ളതാണ് നമ്മുടെ മാതള നാരങ്ങ. അപ്പോൾ അത് ഉള്ളിൽ കഴിക്കുന്നതിന് പോലെ തന്നെ ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടും അതുപോലെ ഇത് പൗഡർ ഫോമിലൊക്കെ നമുക്ക് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ ഇത് നമ്മൾ നരച്ച മുടി കറുപ്പിക്കാനായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നീലാമരിയുടെ പൗഡർ എടുത്തിട്ടുണ്ട്, ഇൻഡിഗോ പൗഡർ. അപ്പോൾ നമ്മൾ ഇൻഡിഗോ പൗഡർ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ആയുർവനശ്രീ എന്നുള്ളൊരു ബ്രാൻഡാണ്. നമുക്ക് ഏതാണോ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിക്കുക. ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കുമ്പോൾ എപ്പോഴും എക്സ്പയറി ഡേറ്റ് നോക്കി വാങ്ങിക്കുക. പിന്നെ അതുപോലെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. ഒരിക്കലും ടിന്ന് തുറന്ന് അതിന് കാറ്റ് കയറി കറക്റ്റായിട്ടുള്ള ഗുണം കംപ്ലീറ്റ് പോകും കേട്ടോ. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ഇൻഡിഗോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്താലാണ് നമ്മുടെ മുടിയിലോട്ട് കറക്റ്റ് ബ്ലാക്ക് കളർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്ന രീതിക്ക് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ എടുത്ത് വെച്ച അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ നമ്മുടെ വെള്ളത്തിന്. അപ്പോൾ ചെറിയ ചൂടനെ ഒഴിച്ചു കൊടുത്താലാണ് ആ ഹെയർ പാക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ ചെറിയ ചൂടനെ തന്നെ നമ്മുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് നമ്മുടെ മാതളനാരങ്ങയുടെ തൊലി. ഇത് നമുക്ക് ഉണക്കി പൊടിച്ചെടുത്ത് സൂക്ഷിച്ച് കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഡൈ ചെയ്യണ സമയത്ത് നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഇത് ചെയ്യത്തില്ലേ, ഹെന്ന ചെയ്യണ സമയത്താണെങ്കിലും നമ്മുടെ ഈ ഓരോ ടേബിൾ സ്പൂൺ ഇട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഇൻഡിഗോയിൽ മാത്രം നമ്മളിതുപോലെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഹെന്ന പൗഡർ മിക്സ് ചെയ്യുമ്പോൾ ഹെന്ന മിക്സ് ചെയ്ത് വെക്കണ ടൈമിൽ നമ്മൾ മൈലാഞ്ചി പൊടിയുടെ കൂടെ നമ്മുടെ ഈ ഒരു പൊടി പൊടിച്ച് വെച്ചിട്ട് ഇതും ഇട്ട് കൊടുക്കണം നല്ലതാണ് കേട്ടോ. അപ്പം മുടി നന്നായിട്ട് വളരാനും മുടി നന്നായിട്ട് കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളവും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് നമ്മുടെ തലയോട്ടിയിലൊക്കെ അപ്ലൈ ചെയ്യണത് നല്ലതാണ്. മുടി വളരാനും പിന്നെ ഈ വെളുത്ത മുടികൾ വരുന്നത് തടയാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ വെള്ളം. അപ്പോൾ നമ്മുടെ ഇൻഡിഗോ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട ആ കറക്റ്റ് പരുവത്തിനൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. തലേ ദിവസം ഒന്നും മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ തലയിലേക്ക് ഡ്രൈ ആയിട്ടുള്ള മുടിയിലോട്ട് അപ്ലൈ ചെയ്യുക. വെറുതെ വെള്ളത്തിൽ കഴുകി കളയാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള വെള്ളം നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇതിനകത്തേക്ക് നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് കിട്ടും. വൈറ്റമിൻ ഇ ടാബ്ലറ്റ് 1-2 ഒഴിച്ച് നമുക്ക്
നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇത് നമുക്ക് ഒരു കോട്ടൺ എടുത്തിട്ട് നമ്മുടെ ഹെയറിലേക്ക് ഒന്ന് സ്കാൽപ്പ് ഏരിയയിലൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് അതായത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് മുടി വളരാനും തലയിലെ താരം മാറാനും മുടിയിൽ കറുപ്പൊക്കെ വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. കുഞ്ഞു കുഞ്ഞു നരകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ്. അപ്പോൾ ഇതിൽ കറയുള്ളതുകൊണ്ട് നമ്മൾ ചെമ്പരത്തിയുടെ താളി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കഴുകി കളയണേ. ഈ മാതളനാരങ്ങയുടെ തൊലിക്ക് നല്ല കറയല്ലേ, അപ്പോൾ അത് നമ്മുടെ തലയോട്ടിയിലേക്ക് വെറുതെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ കഴുകി കളയുമ്പോൾ കയ്യിലൊക്കെ കറ വരും, തലയുടെ സൈഡിലൊക്കെ കറ വരും. അപ്പോൾ നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്നതിന് മുന്നേ നമുക്കറിയാലോ നെറ്റിയുടെ ഭാഗത്തൊക്കെ എന്തെങ്കിലും വാസലിനോ വെളിച്ചെണ്ണോ തേക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതും വെള്ളമായിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ചെമ്പരത്തി താളി വെച്ചിട്ടൊന്ന് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ഇത് തേക്കാം, നമ്മുടെ നീലാംബരി തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻഡിഗോ തേക്കണ സമയത്ത് ഈ ഒരു മിക്സ് തേക്കണ സമയത്ത് മുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പോൾ നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്തോട്ടെ. നല്ല നരയുള്ളവർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു മണിക്കൂർ 2 മണിക്കൂർ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് തലയിൽ വെറുതെ വെള്ളത്തിൽ കഴുകി കളയാം. അപ്പോൾ ഇൻഡിഗോ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മുടെ മുടിക്ക് അങ്ങനെ കറയൊന്നും നെറ്റി ഭാഗത്തൊന്നും കുഴപ്പമില്ല. നെറ്റിയുടെ ഭാഗത്ത് മാത്രം നമ്മൾ എന്തെങ്കിലും ഒരു ഓയിലോ വാസലിനോ തേച്ചാൽ മതി. അപ്പോൾ ആ വെള്ളം നമ്മൾ സ്പ്രേ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചെമ്പരത്തി വെച്ചിട്ട് എന്തെങ്കിലും തലമുടി വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ല റിസൾട്ടാണ്. എന്നിട്ട് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മാതളനാരങ്ങയുടെ തൊലി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഹെയർ ഡൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.